സോ ഗായ്സ് നമ്മളങ്ങനെ ആഗ്ര ഫോർട്ടിൽ എത്തി. താജ്മഹലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇവിടെ പോയി ഹോട്ടലിൽ പോയി ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷപ്പായി. അതിൻ്റെ ശേഷം നമ്മൾ ഊബർ വിളിച്ചിപ്പോൾ ആഗ്ര ഫോർട്ടിലേക്ക് വന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ചാമ്പൽ കുടുങ്ങിയിട്ടില്ല. നമ്മളെന്താക്കി മൈക്ക് നമ്മൾ വേഗം ടൈ ചെയ്ത് കോളർമ ടൈ ചെയ്ത് ഇതാങ്ങൾക്ക് കാണുന്നുണ്ടാവും. ടൈ ചെയ്തുകൊണ്ട് എന്താ പറയുക, നമ്മളെ കൽഫാൻ ആദ്യം പറഞ്ഞു നമ്മളോട് എന്താ നമ്മളാ സാധനം കുടുങ്ങിനി നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കൽഫാൻ അവിടെ ഇങ്ങനെ കുറേ നേരം നോക്കിയെന്ന്, എടാ മണ്ടന്മാരെ നിങ്ങൾക്ക് മൈക്ക് ഇങ്ങനെ കുത്തി പോന്നാ മതിയെന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഓനത് മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു നമ്മൾ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മളോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറയാനുള്ളൂ. അത് പിന്നെ എന്താ പറയാ, അതങ്ങനെ ഒഴിവാക്കി. അതിൻ്റെ ശേഷം കൽഫാൻ പറഞ്ഞ ബുദ്ധിയാണ് നമ്മൾ മൈക്ക് കെട്ടിപ്പോരാന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് പോകുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് ആവാം. അങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ആഗ്രയിലാണ്. ആഗ്രേനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നോക്ക്, അവിടെ സ്ലോ മോഷനിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നോക്കണ്ട. ആഗ്ര ഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊന്നും അറിയില്ല. ആകെ അറിഞ്ഞ നമ്മളെ ഷാദിനാണ്. സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് കേട്ടതാണ്, ഈ ഇതുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇതുണ്ടാകുമ്പോ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ വിളിച്ചിടും, തീ കത്തിച്ചിട്ട് ആൾക്കാരൊക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ആൾക്കാർ അതിന്റെ ഉള്ളിലാണ് ഉണ്ടാവാ. അതൊക്കെ തോന്നി ആരുണ്ടാവും, എന്താ പറയാ, ഒരു കൊട്ടാരമാരുള്ള ഒരു സ്ഥലം തോന്നി. ഓക്കെ. അപ്പൊ അതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവും. അത് ഗേറ്റാണ്. അപ്പൊ ഇവിടുന്ന് ആൾക്കാർ ഇങ്ങനെ കേറി വരുന്ന ടൈമില് ഒന്നുകൂടെ ഉരുട്ടിടും. അപ്പൊ ആൾക്കാർ ഇവിടുന്ന് ഇങ്ങോട്ട് ഉരുട്ടിടൂലേ, അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോലെ. ഞാൻ ലോജിക്ക് മനസ്സിലാക്കിയതാണ്. ഓക്കെ ഫൈൻ. അതിന്റെ മേൽക്കൂടെ ഓരോന്ന് വരും. ഇതാണ് ഞമ്മക്ക് കിട്ടിയ ഷാദിൽ നിന്ന് കിട്ടിയ ഒരു വിവരം. എന്താ ഷാദിന് ഈ വിവരം? ഗൈഡ് മലയാളം തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് അറിയില്ല, എന്നിട്ടാണ് ഗൈഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹിക്കാണ് പോണത്. നേരെ ഡൽഹി പിടിക്കും. ഡൽഹിയിൽ ഷാദാണ് നമ്മളെ മെയിൻ. ഇപ്പോൾ കൽഫാൻ മാറി ഇപ്പൊ ഷാദാണ്. ഡൽഹി രാജാവാണ് ഷാദ്. അങ്ങനെ നമ്മള് നാലാളും അതെ. ഇനി കുറച്ച് ജാബിർ വരും, സെറ്റപ്പ് ചെയ്യും. ജാബിറിന് കുറച്ച് എന്തൊക്കെ പറയാണ്ട്. ഞാൻ ഒറ്റക്ക് പറയില്ല, ഞാൻ ഷാദിന്റെ ഒപ്പം പറയാം. പറഞ്ഞോ, രണ്ടാളും പാടി ഒപ്പരം പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എന്നാല് ഇവിടെ ആരെയും ഇതാരോ രാജാവ് അറിഞ്ഞാലോ നോക്കി, ആരാ രാജാവ്? ആര്? താജ്മഹലിലെ ഷാജഹാനോ? ഷാജഹാൻ എന്താ തടവറന്റെ എന്തോ ഒരു കേസൊക്കെ ഉണ്ടല്ലോ. ഷാജഹാൻ എത്രയോ കാലം മകൻ ഇവിടെയല്ല അത് ഇവിടെ നിൽക്കും. കാരണം ആഗ്ര ഫോർട്ടിൽ നിന്ന് കാണുന്ന താജ്മഹൽ കണ്ടോണ്ട് നിൽക്കണ്ടേ. ഇവിടെ തന്നെയാടാ. ഏതോ ഇതിൽ കൂടെ താജ്മഹൽ കാണാൻ ചാൻസ് കിട്ടീണ് ആർക്ക്? ഷാജഹാന്. പണി കഴിഞ്ഞ് രണ്ടാമത്തെ പണി തുടങ്ങിയില്ലേ ബ്ലാക്കിന്റെ. അപ്പോഴാണ് മകൻ ഷാജഹാനെ ഇവിടെ തടവരയിൽ ഇട്ടത്. ഇവിടെ അതാണ് ആഗ്ര ഫോർട്ട്. ശരിക്കും ജയിലാണ്. നമുക്ക് കണ്ടിട്ട് നമുക്ക് ജയിലാന്ന് തോന്നില്ല. അതൊക്കെ ലക്ഷറി ജയില്. കാണിച്ചു ലക്ഷറി ജയില്. അതാ ചോദിച്ചേ. ഇമ്മാരി ജയില് പോയേക്കേണ്ടി വരും. ഷാജഹാൻ ഇങ്ങനൊക്കെയാണ് ഞാനും ജയിലും പോകൂലേ. കൊട്ടാരേനു ആര് കോട്ട ഫോർട്ട് കൊട്ടാരല്ലടോ. ഇത് ഒരു ഇത് പറഞ്ഞ ഇതൊരു തടവറയാണ്. അതായത് ഷാജഹാന് പിരാന്തായി. നമ്മള് ഗൈഡ് ഉണ്ട് ഇവിടെ, ഗൈഡ്. ഓക്കെ, ഷാജഹാന് തടവിലാക്കി വെച്ച അതാണ് ഞാൻ പറഞ്ഞ. അതിലൊന്നും നോക്കല്ലേ. ഷാജഹാന് പിരാന്തായി. മുംതാസിനോട് പ്രണയം മൂത്ത് പിരാന്തായി. തലക്ക് കുടിച്ചാൽ കാര്യങ്ങള് തലക്ക് കുടിച്ചപ്പോ ജനക്ക് കുടിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു. അല്ലേ? അപ്പൊ അങ്ങനെ പ്രണയം ഇല്ലോലൊക്കെ അങ്ങനെ തലക്ക് പിടിക്കുന്ന അസുഖം ഉണ്ട് ചിലവർക്ക്. എല്ലാം ഉണ്ട്. മറ്റേത് ഫോറിനേഴ്സിനോട് ചായവ്. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും അങ്ങനെ ഷാജഹാന് പീക്ക് ലെവൽ ഓഫ് മുംതാസിനോടുള്ള പ്രണയത്തിന്റെ
ഒരു പ്രാന്തായപ്പോഴാണ് ആര് മകൻ രണ്ടാമത്തെ താജ്മഹൽ പണിയാൻ തുടങ്ങി. ഇത് ബ്ലാക്ക് താജ്മഹൽ. അങ്ങനെ പേര് അറിയില്ല. ബ്ലാക്ക് താജ്മഹൽ. ആ ബ്ലാക്ക് താജ്മഹൽ പണിയാൻ നിന്നപ്പോൾ ഇയാൾ ഈ പൈസ ഒക്കെ ദൂർത്തടിച്ച മുംതാസിന് വേണ്ടിയിട്ട് ഫുള്ള് ദൂർത്തടിച്ച് കളഞ്ഞപ്പോൾ അങ്ങനെ മകൻ അച്ഛനെന്താക്കി ഡാഡി ഫാദറിനെ തടവിലാക്കി. ആ തടവിലാക്കിയ സ്ഥലമാണ് ഇന്ന് കാണുന്ന ആഗ്ര ഫോർട്ട്. ഇവിടുന്ന് ഏതോ ഒരു ഇതിൽ കൂടെ ഏതോ ഒരു വിൻഡോ കൂടെ താജ്മഹൽ വിഷ്വൽ കറക്റ്റ് കാണാൻ പറ്റും. മുംതാസിനെ ഓർമ്മിച്ചത് ഷാജാനീരി തടവറയെന്ന് അങ്ങനെ കണ്ടിടൊക്കെ എന്താ പച്ചയായ സത്യം എന്ത് കെട്ടുകഥ അതൊക്കെ അലൗഡായിട്ടുള്ള ഒരു സംഭവമാണ്. മനസ്സിലായെങ്കിൽ സോ ഗൈസ് ഇത്രയൊക്കെയാണ് ആഗ്ര ഫോർട്ടിനെ പറ്റി നമ്മോട് അഫ്ലൂസ് ഹിയർ പറഞ്ഞത്. ഫുള്ള് സോ ഗൈസ് നമ്മളൊക്കെ അല്ലേ സംഭവം എന്താ അറിയോ, നമ്മളെ അഫ്ലുക്ക് ഉണ്ട്. അഫ്ലുക്ക് വേൾഡ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ തൊട്ടേ കേൾക്കാൻ തുടങ്ങിയാണ്. മൂപ്പരാളെ സംഭവം താജ്മഹൽ കുത്തിന്ന് വെറുതെ കണ്ടിന്യൂ അതിന് കിട്ടിയ സംഭവമാണ്. അല്ലാതെ ഓർക്ക് വലിയ അറിവൊന്നും. പക്ഷെ എനിക്ക് മനസ്സിലായോ ഇപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ. ലാസ്റ്റ് പറഞ്ഞപ്പോ പൊളിഞ്ഞി ഞാൻ പറഞ്ഞല്ലേ. അതങ്ങനെ തന്നെയാണല്ലോ വരിക. അല്ല നമുക്ക് ഒരിക്കലും ഉണ്ടല്ലോ അവിടെ നിന്ന് വ്ളോഗ് എടുക്കരുത് ഒരിക്കലും. ഇൻ കേസ് ഇതിലെങ്ങാനും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇന്റെ മേത്ത് കയറല്ലോ. ലൂക്ക് പോട്ടെ. അതാണ്. ആ അത് ശരി. വെല്ലാം അങ്ങോട്ട് കഴിഞ്ഞില്ലേ. ഓക്കെ. ആര് അഫ്രേ അല്ലാ ജലേ ജലേ എന്താ ആഗ്ര ഫോട്ടോ പൊട്ടാ അതൊക്കെ ഒഴിവാക്ക്. ഇപ്പൊ വേറെ ഈ മ്യൂസിയത്തിന്റെ ആണ് ഇനിയിപ്പോ ജി നോക്കിയത്. അല്ലടാ ഇതിലിട്ടത് കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. അഞ്ചിലവിടെ ക്ലിക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബാക്കി ഷാദ അവിടെ വീഡിയോഗ്രാഫറാണ്. അഞ്ചില് വീഡിയോഗ്രാഫി, കൽഫാന് ഇതേമാതിരി തന്നെ ഹോട്ട്സ്പോട്ട്ഗ്രഫി എല്ലാം ഉണ്ട്. നമ്മൾ പ്രത്യേകത പറഞ്ഞാൽ എല്ലാവരും വീഡിയോ എടുക്കും. നമ്മൾ മീഡിയ സ്റ്റുഡൻസ് ആണ് ഗൈസ്. നമ്മൾ പൊക്കി പറയല്ല, എല്ലാവർക്കും വീഡിയോ എടുക്കുക എന്നുള്ള ഒറ്റ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എങ്ങോട്ട് പോവുകയാണെങ്കിലും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക, അടിപൊളിയാക്കുക, ഉള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഹായ് ഹായ് സലാം. What is your name? Azhar. Where are you from? മഹാരാഷ്ട്ര. നമുക്ക് കൂടുതലും ചോദിക്കാൻ കേരള മലയാളീസ്. ഓക്കെ ശരി ബൈ. സോ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതാക്കണം. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. എല്ലാം രസമില്ല. നമ്മളെ മൈക്കും പിടിച്ച് നടക്കുമ്പോൾ ആൾക്കാരെ ഞാൻ നോക്കും. അപ്പം നമ്മൾ പോലെ പോയി ഈ ആട്ടോ നോക്കിയാലോ. നോക്കട്ടെ, ഒരു ചലഞ്ചാണ് ഗൈസ്. ഒരു ചലഞ്ചാണ്. ചലഞ്ച് വേണ്ട, വെറുതെ അടി വാങ്ങാനാവില്ല. ചലഞ്ച് കുറേ നമുക്ക് കിണർ എന്താക്കാരോ ഇത് വേണ്ട, ഞാൻ അറിയില്ല ഗൈസ്. ആ എന്തായാലും നമ്മളെ വ്ളോഗുള്ളവർ കാണട്ടെ. നമ്മൾ കണ്ടില്ല എന്താന്നുള്ളത്. നിങ്ങൾ പറയാം എന്താന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഗൈസ്. കമൻറ്റ് ബോക്സ് ആകെ 100 വ്യൂസ് ഉണ്ടാവുക. അതൊക്കെ ഇപ്പം ഒരു കാലത്ത് അല്ല, ഒരു കാലം വരും വരുമെന്ന് വിചാരിക്കും. ആഷിഖിന്റെ വ്ളോഗ് ആഷിഖ് വരുന്ന ഇതൊക്കെ ഉണ്ടാവും അല്ലേ. ടോപ്പാക്കിയൊക്കെ അത് ഇതാക്കിയേ. മറ്റേ ഷോർട്സ് ഇറക്കി വാട്സാപ്പിൽ ഇതിൽ ഇൻസ്റ്റയില്. ടോപ്പാക്കി. സോ ഗൈസ് നമുക്ക് നമ്മളെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോണത്. ഹായ് സാർ. നമസ്തേ. ഇതൊക്കെയാണ് തടവറ എന്ന് പറയുന്നത്. തടവറല്ല അവിടെ എങ്ങനെ ഫ്രെയിം ഉണ്ടായോ. നടക്ക് ഇവിടെ നിൽക്കില്ല, സ്റ്റില്ലുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ബ്ലോഗിൻ്റെ ലെങ്ത്തും കൂടും. നമുക്ക് ഒന്നും പറയാനും ഉണ്ടാവില്ല. ഓരോ സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോഴാണ് ഓരോ കാഴ്ചകൾ നമുക്ക് പറയാനുണ്ടാവുക. ഗൈഡ്സ് ഫോറിനേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളങ്ങനെ ഒരു ഓട്ടോയിൽ കൂടെ പുറത്തേക്ക് അടിക്കണം കേസ്. ഇവിടെ വിഷയമാണ് ഇവിടെ സീനാണ്. കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കണം. അതാണ് നമ്മളെ മെയിൻ. വ്ളോഗൊക്കെ നമ്മളെ സെക്കൻഡ് പാർട്ട് മാത്രമേ. നമ്മുടെ മെയിൻ വീഡിയോഗ്രാഫി അല്ലേ. അപ്പുറം വിഷ്വലുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് കടന്നു നോക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ഇവിടുത്തെ വ്ളോഗ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോഗ്രാഫി തുടങ്ങണം ഗൈസ്. ജാബിറ
അവിടെ നിന്ന് എന്തോ കാണുന്നുണ്ട്, എന്തോ കിണറാ തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. പോയോ ആ അവിടുന്ന് താജ്മഹൽ കണ്ടോക്ക്, താജ്മഹൽ കണ്ടോക്ക് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. തിരി അനുസരിച്ച് തിരി. നമ്മള് പറഞ്ഞേ നമ്മള് പറഞ്ഞേ ഇവിടുന്ന് എവിടുന്നോ ആണ് ആര് ഷാജഹാൻ താജ്മഹൽ വ്യക്തമായിട്ട് കണ്ടതെന്ന് പറഞ്ഞ സംഭവം ശരിയാണ്. കണ്ടോ ആ വിഷ്വലായിട്ടിരിക്കും. ആരെങ്കിലും തടവറ ഇരുന്നാണ്ട് സ്വന്തം വാവ് അമേസിങ്, റിയലി അമേസിങ് അല്ലേ. ആരെങ്കിലും സ്വന്തം ജയിലിൽ നിന്നൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സംഭവം കാണാനല്ലോ ഭാഗ്യം കിട്ടിയില്ലല്ലോ. നമ്മള് പോയില്ല, അല്ല വേറെ ആർക്കെങ്കിലും അനന്തർ ചാമി കോട്ടെ. അതൊക്കെ വിടാം. നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ കണ്ണാടിയില്ല. Please keep away from railing. What is railing? This is railing? I don't know. We don't know. തത്ത താജ്മഹൽ കളറൊന്നും മാറിയില്ല. ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞത്. നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. ഇനിയിപ്പോൾ നമ്മളെ ചെക്കന്മാരതാ കാണിച്ചു കൊടുക്കും. നമ്മൾ ചെക്കന്മാർ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതൊക്കെയാണ് ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കൽഫാൻ അവിടെ നമ്മളെ ഓൾറൗണ്ടർ എല്ലാം നോക്കുന്ന ആള് എല്ലാം നോക്കും. ഇങ്ങനെ നടക്കും. അല്ല നമ്മളെ ഒരു ടീച്ചർ അല്ലെങ്കിൽ സാറ ഗൈഡ് മാതിരിയാണ്. സാറ പോലെയാണ്. പക്ഷെ ബാർഗനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് കൽഫാന്റെ പ്രത്യേകത. ബാക്കി എല്ലാം പഠിച്ചിരിക്കും. ഈ ട്രിപ്പ് കഴിഞ്ഞ് പോകുന്ന ബാർഗനിങ് പഠിച്ചു. ഇന്റർവ്യൂക്ക് പോയതാണ്, എല്ലാവർക്കും അറിയാം. കൽഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം അത് എന്താ പറയാ, നമ്മള് സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പഠിക്കുക. നമ്മള് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണല്ലോ ജാബിർ. ശരിക്കും കുറെ പുറത്തേക്ക് ഇറങ്ങി ശീലല്ലോ. മീൻസ് നാട്ടുമ്പുറത്തല്ലാതെ നമ്മള് ലോങ് മീൻസ് അങ്ങനല്ല വീട്ടിലിരിക്കില്ല. ഇങ്ങനെ ലോങ് പോയി ട്രിപ്പ് പോയി. ഇത് നമ്മളൊരു തുടക്കാണല്ലേ. ഇനി അങ്ങോട്ട് നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. ഇനി അങ്ങോട്ട് ലോങ്, ഇനി കാശ്മീർ, മണാലി കാശ്മീർ അങ്ങനെ ഇനി ലോങ്. അപ്പുറത്തേക്ക് ഇനി ഇത് ഡൽഹി കുറച്ചും കൂടെ ഇനി സ്ട്രീറ്റ് ഇല്ല. മണാലി പിന്നെ മേഘാലയ. അന്നെ വീട്ടിൽ നിന്ന് വിടുവോ? വിടൂലേ? വിടൂലേ? കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറ് പോയത് എന്താ പറഞ്ഞ തൃശ്ശൂര് പോവാന്ന് പറഞ്ഞാണ് ഓനെ നമ്മള് വയനാട് കൊണ്ടായത്. മൂന്നാർക്ക് കൊണ്ടായത്. അത് വേറെ കോമഡി ഉണ്ട്. അതെന്താവോ ഇവനെ മാത്രം കൺവിൻസ് ചെയ്യാൻ കുഴപ്പമില്ല. കൺവിൻസ് ചെയ്യണം. അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞ് ഇവനോട് തന്നെ പറഞ്ഞു എന്ത് നമ്മൾ തൃശ്ശൂർക്കാ പോണേ, മഴ തൃശ്ശൂർക്ക് എന്ന് പറഞ്ഞോളാം, നമ്മൾ നാളെ തന്നെ വരും. അപ്പോൾ ഇപ്പം വരെ വേണ്ടി തൃശ്ശൂർ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കള്ളലക്ഷണം ഉണ്ടാവുമല്ലോ, നാച്ചുറായിട്ട് പോകുമല്ലോ. അപ്പം അതിന് വേണ്ടി അങ്ങനെ പറഞ്ഞു. അച്ഛൻ വരെ പോയി തൃശ്ശൂർ പറഞ്ഞു. പിന്നെ ഉറങ്ങി. നമ്മൾ മറ്റേ ചോരൊക്കെ കയറിക്കുമ്പോൾ ഉറങ്ങി രാവിലെ ജയിച്ചപ്പോൾ മൂന്നാറ്. ഇതാണ് സംഭവം. എന്താ വെച്ചാൽ ഉണ്ടായത് അന്നത്തെ ഉണ്ടായത്. പക്ഷെ ഇവിടെ നമ്മളെ കൂടുതൽ രണ്ടാൾക്കാരും പാടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞെന്താ വെച്ചാൽ ഫലാഹ് അഫ്രാഹ് മിസ്സിങ് ആണ് 2 ഗൈസ്. അവരെ കൂടി നെക്സ്റ്റ് വ്ളോഗിൽ ഇൻഷാല്ലാ കാണാം. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അല്ലേ. ജാബിറഞ്ഞൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട്. നമ്മളെ പരിപാടി തുടങ്ങാം അല്ലേ. വ്ളോഗ് ആർക്കും ചടക്കരുത്. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ആൾക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ഉന്തിയിലുള്ള സാധനം എന്തൊക്കെയോ ഷാദ് പറഞ്ഞു. അതാണ് ഇപ്പൊ കാര്യമായിട്ട് ഷാദിനെ പറ്റി അല്ല ഷാദ് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മളെ ഹരം. ആഗ്ര ഫോർട്ട് ഇതിന്റെ ക്യാപ്ഷൻ ആഗ്ര ഫോർട്ട് മുംതാസിനെ പെട്ടെന്ന് കിട്ടില്ല. നോക്കി അല്ലേ താജ്മഹൽ ആഗ്ര ഫോർട്ടിന്ന് അല്ല താജ്മഹലിന്റെ വിഷയം അത്രേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഡിമ്പിൾ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ സോ ഗൈസ് നമ്മൾ ഇന്ന് നാളെ സുബൈക്ക് 5 മണിക്കാണ് നമുക്ക് ഡൽഹിക്കുള്ള ട്രെയിൻ. ഇനി ഡയറക്റ്റ് അവിടേക്കാണ് സ്കിപ്പ് ചെയ്താൽ പോരെ നമുക്ക് വ്ളോഗ്. ട്രെയിനിലുള്ള വേണോ? കാരണം ട്രെയിനിലുള്ള ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം, നമ്മൾ ഓവർ ഇട്ടില്ല. നമ്മള് ഫുഡ് കഴിക്കൽ കുറവാണ്. എന്താ കിട്ടി രാവിലെ? ഇന്ന് നമ്മള് പഴം തിന്നു. കിട്ടി പഴം
അത് 5 ഒരാഴ്ച മുന്നേ വാങ്ങിച്ചത് ഇന്നാ തിന്നത്. ഒരാഴ്ച പറഞ്ഞാലും 3 ആഴ്ച മുന്നേ. ഒരാഴ്ച മീൻസ് പിന്നെ കൽഫാന്റെ അതൊരു പഴമുള്ളത് 5 പഴം കറക്റ്റ് മുണങ്ങിയില്ലേ കറക്റ്റ് 5 പഴം. ഇവിടെ രക്ഷകനായി വന്ന എന്താ ഒരു 1 കിലോന്റെ ഒരു പീനട്ട് ബട്ടർ ഉണ്ട്. 1 കിലോന്റെ പീനട്ട് ബട്ടർ ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് തോണ്ടും. നമ്മള് ലാഭം ഇപ്പൊ 1/2 കിലോ അയക്കണേ. കഴിഞ്ഞു 200 ഉണ്ടെങ്കിലും ഉള്ളൂ ഇത്. അപ്പം ഓക്കെ, ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനിയിപ്പോൾ നാളെ ഇൻഷാല്ല ഡൽഹിയിൽ എത്തിയിട്ട് നമ്മൾ പുതിയൊരു വ്ളോഗ്, നല്ലൊരു വ്ളോഗായിട്ട്, നല്ല വൃത്തിയുള്ളൊരു വ്ളോഗായിട്ട് നമ്മൾ വരും. അപ്പോൾ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വേറെ പ്രശ്നമല്ലേ? ഓക്കെ ബൈ. കണ്ടോ അവര് അതാ ജപ്പാനീസ് മെസ്സിൻ. ഇനി വ്ളോഗ് താത്തിയതിന് ശേഷം ഇനി മെസ്സിന്റെ കലാപരിപാടികളൊക്കെ തുടങ്ങും. അല്ല എന്താ വെച്ചാലേ ഇപ്പൊ നമ്മളെ എക്സൈറ്റ്മെന്റ് കാര്യം പറഞ്ഞാൽ നമ്മള് നോർമലായിട്ട് ഇങ്ങനെ അടുത്ത് പോവാ. അതിന്റെ ഇടയ്ക്ക് കോമഡി നല്ലോണം നടക്കണ വ്ളോഗ് കിട്ടിയ ഭാഗ്യം. അത്രേ ഉള്ളൂ. അല്ലാതെ പ്ലാനിങ് ഇല്ല. നമ്മുടെ ട്രിപ്പിന് തന്നെ പ്ലാൻ. തൃശ്ശൂർ റെയിൽവേ നല്ല മൂടി നമുക്ക് കിട്ടിയില്ല. ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയാ അതാ പറഞ്ഞേ. ചിലത് കിട്ടും ചിലത് കിട്ടും. യൂസേജ് എന്താന്ന് പഠിച്ചില്ല. അപ്പൊ ഏകദേശം നമുക്ക് നിർത്താലേ. അപ്പൊ ഓക്കെ ശരി. വാലേക്കും അല്ല സോറി. അപ്പൊ ഓക്കെ ബൈ.